വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ ഈ അപകടത്തിൽ നിന്നാണ് തലനാഴിലേക്ക് വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന 3 വീടുകളുടെ മേൽക്കൂരയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വലിയ രീതിയിലുണ്ടായ കാറ്റിൽ പറന്നുപോയത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഒരു വീട്ടിന്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു. തലനാഴിലേക്കാണ് അവർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ചേച്ചി, ഈ വീട്ടിലെ ഗൃഹനാഥയായിട്ടുള്ള വിജിത ചേച്ചിയാണ് ഇപ്പോൾ 24 ചേരുന്നത്. ചേച്ചി, അപകടം നടക്കുന്നത് എപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം? ഒരു 1:30-2 നടക്കുന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയലത്തെ വീട്ടിലൊന്നും ആടില്ലായിരുന്നു. ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് എല്ലാവരും പുറത്തായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. മഴ ആയതുകൊണ്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിട്ട് പോകാണ്ട് വീട്ടിലിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പം ഷീറ്റ് ഇളകുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമാക്കില്ല. പക്ഷേ ഒരു കണ്ണടച്ച് തുറക്കുന്നതിനകത്ത് ഇതങ്ങ് പാറിപ്പോയായിരുന്നു. അപ്പോഴത്തേക്കും ഇറങ്ങി വെളിയിൽ ഓടിക്കളയാമെന്ന് വിചാരിച്ചിട്ട് മഴയും പെയ്യുവാണ്. ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ഷീറ്റ് ഇങ്ങനെ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, റൊട്ടേറ്റ് ചെയ്ത് അങ്ങ് പറന്ന് പോകുമായിരുന്നു. അതിൻ്റെ പിന്നാലെ അതിൻ്റെ അടുത്ത് അങ്ങ് അറ്റത്തെ വീട്ടിലെ ഷീറ്റ് ഇങ്ങ് പറന്ന് വന്നേക്കുമായിരുന്നു. ലൈന് പൊട്ടിയതുകൊണ്ട് പുറത്തിറങ്ങാനുള്ള പേടി കൊണ്ടും അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ട് ആണ് പുറത്തിറങ്ങിയത്. അതിനുശേഷമാണ് KSEBയിൽ വിളിച്ചതും പറഞ്ഞതില്ല. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലൈൻ പൊട്ടിയ റോഡിൽ കിടക്കുകയായിരുന്നല്ലേ? ലൈന് 2 പോസ്റ്റ് ഇപ്പം ഇല്ലാണ്ടായത്. ഇവിടെ 2 പോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ആ 2 പോസ്റ്റും കാണാൻ പറ്റാത്ത രീതിയിൽ അത് പോയി. 5 ദിവസം മുമ്പ് മഴയത്ത് വലിയ രീതിയിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടല്ലേ? ഈ ഭാഗത്തല്ല, അടുത്ത ഭാഗത്ത് വെള്ളം കയറിയതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളം സ്ഥിരം കയറാറുണ്ട്. 2018 6 ദിവസവും ഈ വീട് വെള്ളത്തിലായിരുന്നു. ഇവിടെ നിന്നുള്ള ഈ നിരയിലുള്ള 6 വീടും വെള്ളത്തിലായിരുന്നു. ഈ അളവ് വെള്ളം ഉണ്ടായിരുന്നു 2018. അതിനുശേഷവും വെള്ളം കയറാറുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഷീറ്റുമേൽ കട്ടിൽ പൊക്കി കെട്ടി സാധനങ്ങൾ വാരിയിടുകയാണ് ചെയ്യാറുള്ളത്. ഇനി എങ്ങനെയൊന്നും അറിയില്ല. വലിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് കുറച്ച് മണ്ണിട്ട് പൊക്കിയിരുന്ന വെള്ളം കയറാറില്ല. കാരണം ഇവിടെ മാത്രമേ താഴ്ചയുള്ളൂ. ബാക്കിയുള്ള സ്ഥലം കുറച്ച് പൊക്കമുണ്ട്, വെള്ളം കയറുന്നത് കുറവാണ്. ഇവിടെ കൂടി ഇത്തിരി പൊങ്ങിയിരുന്നതിൽ വെള്ളം കയറുന്നത് കുറയുമായിരുന്നു. അപകടത്തിന് ശേഷം കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വിളിച്ചില്ല. ഇവിടെയുള്ള ചേട്ടന്മാർ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്ത് ഒരു യോഗത്തിൽ പങ്കെടുത്തു നോക്കുകയാണ്. വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിയിട്ടില്ല. ഇനി പുറത്തോട്ട് എവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അനുജ, ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ വീടിന്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം. കാരണം ഈ വീട്ടിൽ നിന്നാണ് ആദ്യം ഷീറ്റ് പറന്നു പോകുന്നത്. ഇതാണ് വീട്. ഇവിടെ നിന്ന് പറന്നുപോയ ഷീറ്റാണ് ഈ തൊട്ട് അപ്പുറത്ത്, അതായത് ഈ വീടിന് നേരെ എതിർവശത്തുള്ള ഒരു പറമ്പിലേക്കാണ് ആ ഷീറ്റ് പറന്നു വീണത്. നേരത്തെ ഈ വിജിത ചേച്ചി പറഞ്ഞതുപോലെ ആദ്യം 2 മണിയോട് കൂടി ശക്തമായ മഴ പെയ്യുന്നു. ആ മഴയത്ത് തന്നെ ഷീറ്റ് ആദ്യം ഇളകുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഇവരുടെ വീട്ടിന്റെ മുകളിലുണ്ടായിരുന്ന ഷീറ്റ് ഇങ്ങനെ പറന്നു പോകുന്നത്. തൊട്ടപ്പുറത്തേക്ക്, അതായത് ഇവർ പേടിച്ച് ആ സമയം വീട്ടിലെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് തൊട്ടടുത്തുള്ള വീട്ടിലെ ഷീറ്റും അതുപോലെ തന്നെ കാറ്റിൽ പറന്ന് ഈ കാണുന്നിടത്ത് വന്ന് കിടക്കുന്നത്. ഉടനെ തന്നെയാണ് 3ാമത്തെ വീട്ടിലെ ഷീറ്റും ഇളകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ തുടരെയുള്ള 3 വീടുകളിലെ ഷീറ്റുകളാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി പെയ്ത ഈ മഴയിലും കാറ്റിലും തകർന്നിരിക്കുന്നത്.